രാവിലെ എണീറ്റിട്ട് ഒരുവിധം പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഐനൂസിനും അതുപോലെ തന്നെ ഷിൻകാക്കും പോകേണ്ട ദിവസമാണ് കേട്ടോ. ഐനൂസ് കുറച്ച് ദിവസമായി അംഗൻവാടി പോയിട്ട്. അപ്പോൾ അവൾ എന്തായാലും ഇന്ന് വിടാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരുവിധം പണികളൊക്കെ ഒതുക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇതാ കോഴിമുട്ടയൊക്കെ കഴുകി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മൈദപ്പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പൂരിയും മുട്ടക്കറി ആക്കാമെന്നിട്ടുള്ള പ്ലാന്. പിന്നെ വേഗം തന്നെ സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരടപ്പിൽ ചായയും കൂടി വെക്കുന്നുണ്ട്. മറ്റേ അടപ്പിൽ നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട പുഴുങ്ങിയതൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേഗം കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ അത് ഒലിച്ചെടുക്കാനായിട്ടാണ് നോക്കുന്നത്. ചൂടോടെ തന്നെ ഒലിച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇവിടെ മുട്ടത്തൊണ്ടൊന്നും ഇങ്ങനെ പറ്റി പിടിക്കേണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ ചട്ടി ചൂടായപ്പോഴത്തേക്കും തക്കാളി സവാളയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചായയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായയിൽ ഞാനിങ്ങനെ 2 ടീസ്പൂൺ വെച്ചിട്ട് കുറച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും തിളച്ച് പോകണില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു എളുപ്പപ്പണിയായിട്ട് തോന്നി. അങ്ങനെ വേഗം എന്താ ചായ റെഡി ആയപ്പോൾ വേറൊരു ഗ്ലാസ്സിലോട്ട് പകർത്തിയിട്ട് നമ്മുടെ മുട്ടക്കറിയിൽ തക്കാളിയും സവാളയൊക്കെ വാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാലപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കോഴിമുട്ട ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പൂരിമാവ് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ പച്ചവെള്ളത്തിന് പകരം ഐസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൂരി. അങ്ങനെ പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഷിൻകാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫുഡെല്ലാം ടേബിളിൽ കൊണ്ട് വെച്ച് ഇക്കാക്കുള്ള ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാക്ക് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ ഐനൂസിന് ഇതാ കോഴിമുട്ടയും ചായയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇക്കാക്ക് റെഡി ആവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനും ഐനൂസും ഐനൂസിനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐനൂസിന് ഇതാ ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് കൊച്ചിൻ്റെ പനിയൊക്കെ ഇപ്പോൾ കുറവുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം. അങ്ങനെ 2 വശവും മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ ഓരോ ക്ലിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആൾക്ക് നല്ല രീതിക്ക് മടിയുണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്കാണെങ്കിലും ഭയങ്കര മടിയായിരിക്കുമല്ലോ. പിന്നെ ഐനൂസും ഷിൻകാക്കയും കൂടി വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഐനൂസിനെ കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞിട്ട് എനിക്ക് ചെറുതായിട്ടുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിനി കുളിക്കണം, പിന്നെ അടിച്ചു വാരണം, തുടക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകി വെക്കണം ഒക്കെ കേട്ടോ. ബാക്കിയെല്ലാം ഒരുവിധ പണികളൊക്കെ എൻ്റെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഉച്ചക്കലത്തേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങണം. അങ്ങനെ ഇതാ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഐനൂസ് പോകും മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അങ്ങനെ വേഗം തന്നെ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കുടഞ്ഞ് വിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാളിലെ സോഫ ചിട്ടിയുടെ അതൊക്കെ രാവിലെ തന്നെ വിരിച്ചതാണ്. വീണ്ടും കുളമായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഷീറ്റും പിന്നെ നമ്മുടെ ഐനൂസ് ഫുഡ് കഴിച്ച